എല്ലാവർക്കും നമ്മുടെ കൊച്ചു ചാനലിലേക്ക് വെൽക്കം. ഇന്നത്തെ വീഡിയോ രാത്രിത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായി കാണുമോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെന്തൊരു സംഭവം, ഇത് ഹീറ്റർ കേട്ടോ. നല്ല തണുപ്പാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നതും ഹീറ്റർ ഇട്ടിട്ട് കാല് ചൂടാക്കാൻ. AC ഉണ്ട്, പിന്നെ കാലൊക്കെ ചൂടാക്കണമെങ്കിൽ ഹീറ്റർ വേണ്ടേ. അപ്പോൾ കാലൊക്കെ നല്ല ചൂടാക്കണത് ഇട്ടിട്ട്. പിന്നെ നല്ല തണുപ്പാലാണ്, നല്ല തണുപ്പാണ്. പുറത്ത് രാവിലെ മുതൽ ഫുൾ കോടയാണ്, നല്ല തണുപ്പും. അപ്പം നമ്മൾ ഓഫീസ് കഴിഞ്ഞ് റൂമിലേക്ക് വരാൻ ലേറ്റായപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ബിരിയാണി മേടിച്ച്. എന്നും ബിരിയാണിയാണ്, അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ കരുതി. അപ്പം നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കാം. ഇത് കണ്ടിട്ട് എന്താ ഇപ്പോൾ പൊതിഞ്ഞ് വെച്ചിരിക്കണെന്ന് കരുതണം കേട്ടോ. ഇത് ചോറാണ്, ഇത് പിന്നെ ചോറാണ് ബിരിയാണി. ഈ കീസ് വന്നിട്ട് നമുക്ക് ചോറ് മേടിക്കുമ്പോൾ നമുക്ക് ഓല് തരുന്നൊരു കീസാണ്. എന്തിനെന്നാൽ ഇതിൽ നമ്മൾ ചോറ് കൊട്ടിയിട്ടൊക്കെ കഴിക്കുക, അതിനാണ് ഇത് തരുന്നത് ഈ കീസ്. നമ്മൾ നാട്ടിലാകുമ്പോൾ പ്ലേറ്റൊക്കെ അതിലല്ലോ ചോറുന്ന. ഇവിടെ പിന്നെ ഇത് ഞാൻ മാറ്റൊരു കീസിലാണ്. പിന്നെ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴും പിന്നെ ഒരാൾക്കായാലും രണ്ടാൾക്കായാലും പിന്നെ രണ്ടിൽ കൂടുതലെങ്കിലും ഹോട്ടലിന് ഇതേമാതിരി ഒരു കീസ് വരും. നമ്മൾ വാങ്ങണ ചോറ് പിന്നെ ഇതിൽ കൊട്ടി കഴിക്കുക. അതുകൊണ്ട് പിന്നെ നമുക്കൊന്ന് ലാഭമായല്ലോ, പാത്രം കഴിക്കണ്ടല്ലോ. ഇതേമാതിരത്തെ ഒരു വലിയ ഷീറ്റ് വരും കേട്ടോ ചോറ് കൊട്ടി കഴിക്കാൻ. പ്രവാസി ലോകത്തിലൊക്കെ അറിയാം, ഇവിടെ പ്രവാസികളെല്ലാവരും ഇങ്ങനെ തന്നെ കേട്ടോ, ഷീറ്റിലെ കഴിക്കുക. അപ്പോൾ നമുക്കെന്നാൽ ഓപ്പൺ ചെയ്യാം. ഞാൻ മുമ്പേ ഓപ്പൺ ചെയ്ത് വെച്ചാണ്. അപ്പോൾ എന്നാൽ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നല്ല വലിയൊരു ഷീറ്റ് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ള സംഭവം ഇത് പഴം ഹോട്ടലിൽ നിന്ന് മേടിച്ചല്ല, അതിൻ്റെ ഒക്കെ നല്ലതാ, റൂമത്തെയാണ്, അത് ഇന്നലത്തെയാണ്. പിന്നെ ഹോട്ടലിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വന്നിട്ട് പിന്നെ ഈ ഇല കേട്ടോ. അപ്പോൾ ഇല കാണുമ്പോൾ ആടുകളാ തിന്നാണ് കരുതേണ്ട, ആളുകളും തിന്നു. ബിരിയാണീൻ്റെ ഒപ്പം തിന്നുന്ന ഒരു ഇലയാണിത്, ഒരു പച്ച കളർ. ഇപ്പോൾ കാണിച്ചു തരാം കൂട്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ഉള്ളിയും കിട്ടും കേട്ടോ, ഹോട്ടലിൽ നിന്ന് ഉള്ളിയും കിട്ടും, സവാള അതും കിട്ടും, പിന്നെ നാരങ്ങൻ്റെ ഒരു പീസും. പിന്നെ ഇത് വന്നിട്ട് തക്കാളിയും ഉള്ളിയും അരച്ചതാണ്, ഹോട്ടലിൽ നിന്ന് ഇട്ടത്. ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി മാറ്റിയിട്ട് അവിടെ നമുക്ക് ഇല കൊട്ടാം. ഈ ഇല ബിരിയാണിക്ക് കഴിക്കണം കേട്ടോ. നിങ്ങൾ ചിലപ്പം ഇത് ആരെങ്കിലും കയറുന്നത് എന്താ ഇപ്പോൾ ഇല കഴിക്കണേന്ന്. ആടുകളാണല്ലോ ഇല കഴിക്കുകയാണ്, മൃഗങ്ങൾ മാത്രമല്ല ആളുകളും കഴിക്കും. ഇവിടെ സൗദിയിലെല്ലാ ഹോട്ടലിലും പിന്നെ ചോറിനൊപ്പം കൊടുക്കുന്ന ഇലയാണിത്, നമ്മളെ ശരീരത്തിനും നല്ലതാണ്. പിന്നെ ഉള്ളിയും ചെറുനാരങ്ങ എന്തിനറിയോ, അത് നമ്മളെ ഈ ചോറിനൊപ്പം ഇല്ല എണ്ണമയക്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വലിച്ചെടുക്കാൻ അതിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ബിരിയാണി ഓപ്പൺ ചെയ്യാം. 1 സെക്കൻഡ്, ഇതൊന്ന് പുറത്ത് കിടക്കട്ടെ. അതിനു മുമ്പ് ഇതുപോലത്തെ കീസിലാട്ടോ ഉണ്ടാവുക, ഇതേമാതിരത്തെ കീസിലാണ് ബിരിയാണി ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലാണ് ഈ കീസും ഒരു വെക്കുക, ഈ ചോറ് പിന്നെ കൊട്ടി തിന്നല്ല ഈ ഒരു ഷീറ്റും പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പം എന്നാൽ ഞാൻ അതൊന്ന് പുറത്ത് എടുക്കട്ടെ. അങ്ങനെ നമ്മളെ ബിരിയാണി കുട്ടനെ പുറത്തേക്ക് എടുത്തു. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിച്ച് മൂടി വയ്ക്കുക. അപ്പോൾ നല്ല ചൂടാണ്, നല്ല ചൂടുള്ള ബിരിയാണി കേട്ടോ. എനിക്ക് പിന്നെ ഒന്നാമത് ഫേവറേറ്റാണ് എൻ്റെ ബിരിയാണി, ചിക്കൻ ബിരിയാണി. പിന്നെ ചിക്കൻ കേട്ടോ ഇത്. അപ്പോൾ നമുക്കെന്താ കൊട്ടതിൽ ഇങ്ങനെ കൊട്ടി കഴിക്കണോണ്ട് ആരും ഒന്നും കരുതണം കേട്ടോ. ഇവിടെ പ്രവാസികളെല്ലാവരും ഇങ്ങനെ കഴിക്കുക, എല്ലാ പ്രവാസികളും. നമ്മളാകുമ്പോൾ പിന്നെ നാട്ടിലാകുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് ഉണ്ടാവും, എന്നിട്ട് ചോറിന് കഴിഞ്ഞാൽ അത് കഴുകി വെക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മുഴുവൻ പ്രവാസി ഏതൊക്കെ സ്ഥലത്തുണ്ട് എല്ലാ പ്രവാസികളും ഇങ്ങനെ കഴിക്കുക, അവരെ റൂമിൽ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങുമ്പോൾ ഇങ്ങനെ കഴിക്കുക. പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് എൻ്റെ റൂമിൽ, അപ്പോൾ ഇങ്ങനെ കഴിക്കും. ഇനിയിപ്പോൾ 2 ആളുണ്ടെങ്കിലും പിന്നെ 3 ആളുണ്ടെങ്കിലും പിന്നെ 3-ലധികം ആളുകളുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഷീറ്റിൽ തന്നെ അവർ കഴിക്കുക, അല്ലാതെ തനിച്ചിട്ട് പ്ലേറ്റിൽ കഴിക്കൂല. ഇവിടെ എല്ലാ ആൾക്കാരും സൗദികളാവട്ടെ പ്രവാസികളാവട്ടെ പിന്നെ റൂമിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ട്, പിന്നെ ഇപ്പോൾ ഒറ്റൊന്നുള്ളൂ ഇതാ ഇതിലാണ് ഇപ്പോൾ ചോറുണ്ടായിരുന്നത്. ഇതുപോലെ ഇനി ഒന്നും കൂടി ഉണ്ടെങ്കിൽ 2 ഉണ്ടെങ്കിൽ അതും ഇതിൽ കൊട്ടും, എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുക. ഇതുപോലെ നല്ല എണ്ണമയക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ
എതിർക്കൊള്ളാനാണ് ഉള്ളിയും പിന്നെ ചെറുനാരങ്ങയും തരിക നമുക്ക്. അപ്പോൾ നല്ല അടിപൊളി കേട്ടോ. പിന്നെ ഈ ഇലയും ചോറും കണ്ടിട്ടെന്ന് കരുതണം കേട്ടോ. അതൊക്കെ എങ്ങനെയാണ് ഇവിടെ സൗദിയിൽ കഴിക്കണതാണ് അങ്ങനെ. പിന്നെ നല്ല ചൂടുള്ള ബിരിയാണി കേട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ കുട്ടൻ ഇതാ ഉള്ളിലുള്ളത്, നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മളിന്ന് ബിരിയാണി വാങ്ങാൻ കാരണം ഓഫീസിൽ നിന്ന് ലേറ്റായതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇടയ്ക്ക് റൂമിൽ വെക്കും, അല്ലെങ്കിൽ ചില ദിവസം ഞാൻ ഇതുപോലെ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന വീഡിയോ നിർത്തില്ല. അപ്പോൾ ഇന്നൊന്ന് എടുക്കാൻ കരുതിട്ടോ. പിന്നെ നല്ല അടിപൊളി ബിരിയാണി, എനിക്ക് ഭയങ്കര ഇഷ്ടം ബിരിയാണി. നല്ല വെന്തിക്കണ്, ചിക്കൻ്റെ പീസ് ഉണ്ടോ, നല്ല വെന്തിക്കണ്. പിന്നെ ഇലകളും, പിന്നെ ഈ സാധനം എന്ത് തരുമോ, തുറക്കട്ടെ, അത് തുറക്കാൻ കുറച്ച് ടൈറ്റാണത്, ഒരു സോസാണത്. തുറന്ന് ആ സാധനം വന്നിട്ട് ഇതാട്ടോ, കണ്ടോ വെള്ളം, ഇതിലൊക്കെ അരച്ചതാണ്. ഇതിൽ കണ്ടോ, ഇതിൽ ഈ ഇല ഇപ്പം ഞാൻ കാണിച്ചെന്നില്ല, ഈ ഇലയുണ്ട്, പിന്നെ തക്കാളി ഉണ്ട്, പിന്നെ കുറച്ച് ഉപ്പോ നോക്കട്ടെ. ആ ഇലയും പിന്നെ മുളകും തക്കാളിയും, ആ 3 എണ്ണമാണ് ഈ കാണുന്നത്. ഇനി ഇത് നമ്മൾ ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കണം കേട്ടോ. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒഴിക്കാം ഇതിമേ, ഇങ്ങനെ സൈഡിലൂടെ കടന്നോട്ടെ. നല്ല അടിപൊളി കേട്ടോ ചോറ്. നല്ല ചൂടായുണ്ട്, നല്ല അടിപൊളി. ഇത് റൂബ കേട്ടോ. ഇവിടെ ഓരോന്നിനും ഇത് 13 ഉറുപ്യ, ഈ ഒരു ഇതിന് 13 ഉറുപ്യ. ഇതിൻ്റെ വലുതിന് വന്നിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളങ്ങനെ ബിരിയാണി കഴിക്കുകയാണ് ഇതുപോലെ ഷീറ്റിൽ. ഇവിടെ എല്ലാവരും ഷീറ്റിലാണ് കഴിക്കട്ടോ, പ്രവാസികൾ മുഴുവനായിട്ട് ഷീറ്റിൽ കഴിക്കണോണ്ടൊന്നും വിചാരിച്ചൊന്നും വേണ്ട. ചിലവർക്ക് ഇത് കാണുമ്പോൾ എന്താ ഇത് ഷീറ്റിൽ കഴിച്ചെന്ന് ഒരുമാതിരി ഉണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാവരും ഷീറ്റിലാണ് കഴിക്കൽ, പ്രവാസികളെല്ലാവരും. പ്ലാസ്റ്റിക്കിൻ്റെ കീസ് കേട്ടോ അത്. ഇതിൽ ചൂടുള്ള ബിരിയാണി കഴിച്ചാൽ ഒരു കുഴപ്പമൊന്നും ആവില്ല. ഇതെന്നാൽ ഇവിടെ എല്ലാവരും ഇതിൽ തന്നെ കഴിക്കൽ. അതിനിപ്പോൾ നല്ല പഴമുണ്ട്, പഴം ഞാൻ കഴിക്കൂല, നല്ല തണുപ്പുണ്ട്. ഇത് നാളേക്ക്. ഇപ്പം ഇന്നിപ്പോൾ നമ്മളെ നൈറ്റ് ഫുഡ്, രാത്രി ഫുഡ് ബിരിയാണി കേട്ടോ. ബിരിയാണിൻ്റെ കൂടെ നല്ല അടിപൊളി ഇലയും. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വേറെ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.